ഭാഗം 2 പുസ്തകം 6 അധ്യായം 8 കുരിശാരോഹണം. പുതിയ നിയമത്തിലെ ഇസഹാക്കായ നമ്മുടെ ദിവ്യരക്ഷകൻ തന്റെ ബലിവേദിയായ മലയിലെത്തി. അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുവന്ന അതേ സ്ഥലം തന്നെയായിരുന്നു അത്. ഉൽപ്പത്തി 22:9. നിഷ്കളങ്കനായ ദിവ്യ കുഞ്ഞാടിന്റെ മേൽ ഏറ്റവും ഭീകരമായ വിധി നടപ്പാക്കാൻ പോകുന്നു. ഇസഹാക്കിന്റെ മേലുള്ള ഈ വിധി ദൈവം തടഞ്ഞു. അപമാനത്തിന്റെയും ശിക്ഷയുടെയും സ്ഥലമായിട്ടാണ് കാൽവരി മലയെ എല്ലാവരും കണ്ടിരുന്നത്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ അവിടെയാണ് കൊല്ലപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, വധിക്കപ്പെട്ടവരുടെ ശവശരീരങ്ങൾ അവിടെ കിടന്ന് അഴുകി ദുർഗന്ധം വമിക്കുമായിരുന്നു. അതിനാൽ തന്നെ അവിടെ ഭീകര സ്ഥലമായി കരുതിയിരുന്നു. സ്നേഹസാഗരമായ ഈശോ സകല ശക്തിയും ക്ഷയിച്ച് ഊർജം ചോർന്ന് വിരൂപനായി ദുഃഖവും വേദനയും നിറഞ്ഞ് അർത്ഥപ്രാണനിൽ കാൽവരിയിൽ എത്തിച്ചേർന്നു. രക്ഷാകര ദൗത്യമെന്ന മഹാരഹസ്യത്തിന്റെ അവസാന വിനാഴികയിലേക്ക് തന്റെ മകൻ പ്രവേശിച്ചു എന്ന് അമ്മയറിഞ്ഞു. കൊലയാളികൾ അവന്റെ ഉടുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കാൻ പോകുന്ന വേളയിൽ അവൾ തന്റെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്കുയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: നിത്യനായ ദൈവമേ, അങ്ങാണ് എന്റെ പുത്രന്റെ പിതാവ്. നിത്യതയിൽ നിന്ന് പുറപ്പെട്ടവനായ അവൻ ദൈവത്തിൽ നിന്നുള്ള ദൈവമാകുന്നു. അവൻ നീ തന്നെയാകുന്നു. എന്റെ ഉദരത്തിൽ മനുഷ്യാവതാരം പൂണ്ട അവൻ ആ രൂപത്തിൽ ഇതാ സഹനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അവനെ ഞാൻ എന്റെ മാറിൽ ചേർത്ത് വളർത്തി. അവൻ എന്റെ മാതൃസ്നേഹത്തിന്റെ പൂർണ്ണത നുകർന്നു. അവന്റെ അമ്മയാകാൻ അവന്റെ മാനുഷിക ശരീരത്തിന്റെ മേൽ എനിക്ക് അവകാശമുണ്ട്. നിന്റെ സൃഷ്ടികൾക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നീ ഒരിക്കലും നിഷേധിക്കുകയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെയും നിന്റെയും പുത്രനെ മനുഷ്യവർഗത്തിന്റെ നിത്യപരിത്രാണത്തിനായി ഇതാ നിന്റെ കൈകളിൽ അർപ്പിക്കുന്നു. പിതാവേ, എന്റെ ഏറ്റവും പ്രീതികരമായ ഈ സമർപ്പണം സ്വീകരിച്ചാലും. എന്നെ തന്നെ ഇതിനായി സമർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തായ ഒന്നാണ് ബലിവസ്തുവും സഹനദാസനുമായി ഇവൻ സമർപ്പിക്കപ്പെടുന്നത്. ഇത് ഇത്ര മഹത്തരമായിരിക്കുന്നത് അവൻ അങ്ങയുടെ ഏകജാതനായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പ്രത്യുത ഈ ബലി എനിക്കേറ്റം ദുഃഖവും വേദനയും ഉളവാക്കുന്നത് കൊണ്ട് കൂടിയാണ്. അവന്റെ സ്ഥാനത്ത് സഹനമരണങ്ങൾ ഏറ്റെടുക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അത് എനിക്കേറ്റം ആശ്വാസദായകമാകുമായിരുന്നു. ഈ ത്യാഗം അതിനേക്കാൾ എത്രയോ മഹത്തരം. നിത്യപിതാവ് ഈ പ്രാർത്ഥനയെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ചു. പിതാവായ അബ്രാഹം തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അത് വരാനിരിക്കുന്ന ചരിത്ര ബലിയുടെ മുന്നടയാളമായി മാറി. ദൈവം തന്നെ ഇറങ്ങി വന്ന് തന്റെ ഏകപുത്രനെ സമർപ്പിച്ചുകൊണ്ട് ഈ ചരിത്ര നിയോഗം സഫലമാക്കി. ഇസഹാക്കിന്റെ അമ്മയായ സാറായ്ക്ക് സംഭവിക്കാൻ പോകുന്ന നിഗൂഢാനുഷ്ഠാനത്തെപ്പറ്റി യാതൊരു സൂചനയും നൽകിയിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ രണ്ടാണ്. ദൈവികാജ്ഞ ലഭിച്ചയുടൻ തന്നെ അത് അനുസരിക്കാൻ അബ്രാഹം പുറപ്പെട്ടു. തീവ്രമായ മാതൃസ്നേഹത്താൽ ദൈവികാജ്ഞയെ മറികടന്ന് സാറ ബലി തടയുമോ എന്ന ശങ്കയുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ മറിയത്തിന്റെ കാര്യം അങ്ങനെയല്ല. മറിയത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ തന്റെ ഏകപുത്രന്റെ ബലി പൂർത്തിയാക്കാൻ കഴിയും എന്ന് പിതാവിന് മറിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ 6-ാം മണിക്കൂറായി. അവന്റെ കൊലയാളികൾ അവനെ നഗ്നനായി കുരിശിലേറ്റുന്നതിനു വേണ്ടി അവന്റെ തുന്നലില്ലാത്ത മേലങ്കിയും മറ്റു വസ്ത്രങ്ങളും ഉരിഞ്ഞുമാറ്റി. മേലങ്കി കൂട്ടിത്തുന്നലില്ലാതെ അയഞ്ഞതും മുൻപിൽ തുറന്നതുമല്ലാതിരുന്നതിനാൽ അവരത് തലയ്ക്ക് മുകളിലൂടെ വലിച്ചൂരുകയായിരുന്നു. ഇപ്രകാരം വലിച്ചൂരുമ്പോൾ മേലങ്കി മുൾക്കിരീടത്തിലുടക്കിയപ്പോൾ വേദന അതിശക്തമായി. ഉടുപ്പിനൊപ്പം വലിച്ചൂരിയ കിരീടം തലയിൽ നിന്ന് വിട്ടുപോരുമ്പോഴുണ്ടായ മുറിവിന്റെ വേദന തങ്ങളുടെ ക്രൂരത നിമിത്തം അവർ അറിഞ്ഞതേയില്ല. ചില മുള്ളുകൾ ഒടിഞ്ഞ് മുറിവുകളിൽ ഉടക്കിയിരുന്നു. അവർ വസ്ത്രവും മുൾക്കിരീടവും ഊരിയെടുത്ത അതേ ലാഘവത്തോടുകൂടി കൂർത്തതും ഉറപ്പുള്ളതുമായ ഈ മുള്ളുകളും ഊരിയെടുത്തു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന മേൽവസ്ത്രം വലിച്ചൂരിയപ്പോൾ പല മുറിവുകളും വീണ്ടും തുറക്കപ്പെട്ടു. തന്റെ പീഡാസഹനവേളയിൽ 4 പ്രാവശ്യം ശത്രുക്കൾ അവന്റെ വസ്ത്രം ഉരിയുകയും വീണ്ടും ഉടുപ്പിക്കുകയും ചെയ്തു. ആദ്യം കൽത്തൂണിൽ കെട്ടി അടിക്കുന്നതിന് വസ്ത്രം ഉരിഞ്ഞുമാറ്റി. ചുവന്ന വസ്ത്രം ധരിച്ച് പരിഹാസ രാജാവാകുന്നതിന് 2-ാം പ്രാവശ്യം വസ്ത്രം മാറ്റി. 3-ാമതായി പരിഹാസ വസ്ത്രം മാറ്റി വീണ്ടും മേലങ്കി അണിയിച്ചു. 4-ാമതായി കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ഈ വസ്ത്രം ഉരിഞ്ഞുമാറ്റി. അവസാനത്തെ വസ്ത്രമുരിയലായിരുന്നു ഏറ്റവും വേദനാജനകം. കാരണം ആ ശരീരം മുഴുവൻ ഉഴവുകാർ ഉഴുതി മറിച്ചിട്ടതുപോലെ കീറി മുറിക്കപ്പെട്ടിരുന്നു.
കാൽവരി മലയുടെ മുകളിലെ കാറ്റിന്റെ ശക്തിയും അതിന്റെ വേദന വർദ്ധിപ്പിച്ചു. വിശുദ്ധ കുരിശ് അതാ നിലത്തു കിടക്കുന്നു. കാപാലികർ അവനെ കുരിശിൽ തറയ്ക്കാനുള്ള ഒരുക്കം ആരംഭിച്ചു. അവനോടൊപ്പം കൊണ്ടുവന്ന 2 കള്ളന്മാരെയും അവർ ഒരുക്കിയിരുന്നു. ഈ സമയം ദിവ്യരക്ഷകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: നിത്യനായ പിതാവും എന്റെ കർത്താവുമായ ദൈവമേ, നിന്റെ അപരിമേയമായ മഹത്വത്തിന്റെയും അനന്തമായ കരുണയുടെയും നീതിയുടെയും മുൻപിലിതാ എന്റെ പൂർണ്ണ മനുഷ്യത്വത്തെയും എന്റെ സർവസ്വവും സമർപ്പിക്കുന്നു. ഇത് നിന്റെ ആരാധ്യമായ തിരുമനസ്സിനാലാണ് സാധ്യമായിരിക്കുന്നത്. മനുഷ്യരക്ഷയ്ക്കായി നശ്വരമായ മാംസത്തെ ധരിക്കാനായി ഞാൻ നിന്റെ തിരുമാറിൽ നിന്നും അവരുടെ നടയിലേക്ക് ഇറങ്ങി വന്നു. എന്റെ പിതാവേ, എന്നോടൊപ്പം എന്റെ സ്നേഹനിധിയായ അമ്മയുടെ സ്നേഹത്തെയും സഹനങ്ങളെയും വിവേകവും ജ്ഞാനവും നിറഞ്ഞ പ്രവൃത്തികളെയും എന്നെ പിഞ്ചൊല്ലുന്നതിൽ പ്രകടിപ്പിച്ച തീഷ്ണതയെയും ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ അപസ്തോല ഗണത്തെ നിനക്കു ഞാൻ കാഴ്ചവെക്കുന്നു. ഇപ്പോഴായിരിക്കുന്നതും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായ തിരുസഭയെയും നിനക്കു സമർപ്പിക്കുന്നതിനോടൊപ്പം ആദത്തിന്റെ സന്തതികളായ മനുഷ്യവർഗം മുഴുവനെയും സർവശക്തനായ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കുമായി സഹനവും മരണവും ഞാൻ ഏറ്റുവാങ്ങുന്നു. രക്ഷാകര സംഭവത്തെ സ്വീകരിച്ച് എന്റെ മാർഗം പിൻചെല്ലുന്നതിലൂടെ എല്ലാ സൃഷ്ടികളും രക്ഷിക്കപ്പെടട്ടെ. അങ്ങനെ അവർ പാപത്തിന്റെ ഭീകരമായ അടിമത്തത്തിൽ നിന്നും പിശാചിന്റെ ദാസ്യത്തിൽ നിന്നും സ്വതന്ത്രനായി എന്റെ സഹോദരരും നിന്റെ മക്കളുമായി മാറട്ടെ. പ്രത്യേകമായി എന്റെ ദരിദ്രരായ മക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. അവരും കുരിശിന്റെ വഴിയിൽ എന്നെ അനുധാവനം ചെയ്യുന്നുവല്ലോ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും നീതിമാന്മാരുടെയും പേരുകൾ നിന്റെ നിത്യമായ ഓർമ്മ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. നിന്റെ അപ്രതിരോധ്യവും ഭയാനകവുമായ നീതിയുടെ ചാട്ടവാർ മനുഷ്യരുടെ മേൽ പതിപ്പിക്കരുതേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകരുതേ. ഇപ്പോൾ മുതൽ നീ അവർക്ക് സ്നേഹപിതാവായിരിക്കണമേ. അവർ എന്റെ മരണത്തെപ്പറ്റി ആഴത്തിൽ ധ്യാനിക്കുകയും പീഡാനുഭവ ഭക്തിയിൽ വളർന്നു വരികയും ചെയ്യട്ടെ. എന്നെ പീഡിപ്പിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരും സത്യമാർഗത്തിലേക്ക് മടങ്ങി വരുന്നതിനിടയാകട്ടെ. സർവോപരി നിന്റെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായി ഉയർത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ അമ്മ തന്റെ ജ്ഞാനശക്തിയിൽ കർത്താവിന്റെ ഈ പ്രാർത്ഥന കേട്ടു. അവളും അതേ പ്രാർത്ഥന അനുകരിച്ച് ഉരുവിട്ടു. തന്റെ പുത്രൻ ഇഹലോക ജീവിതത്തിൽ ഉരുവിട്ട ആദ്യ വചനം അവൾ ഒരിക്കലും മറന്നിട്ടില്ല. ശിശുവായ അവൻ പറഞ്ഞത് ഇതായിരുന്നു: എന്റെ പ്രിയമുള്ളവളെ, നീ എന്നെപ്പോലെ ആയിത്തീരുക. അവളുടെ ഗർഭത്തിൽ ഉരുവാക്കിയ തന്റെ മനുഷ്യപ്രകൃതിക്ക് സമാനമായി അവൻ നവ്യവും ദിവ്യവും ഉദാത്തവുമായ വരപ്രസാദം ദാനമായി നൽകി. ഈ ദാനം നിത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആണിയടിക്കാനുള്ള പഴുതുകൾ നിശ്ചയിക്കാനായി ആരാചാരന്മാർ പ്രപഞ്ച സ്രഷ്ടാവിനോട് കുരിശിൽ നീണ്ടു നിവർന്നു കിടക്കാൻ ആജ്ഞാപിച്ചു. എന്തൊരു ധാർഷ്ട്യം! എളിമയുടെ ഗുരു ഉടനെ അതനുസരിച്ചു. ആ കുടില ബുദ്ധികൾ ആണിപ്പഴുതുകൾ അടയാളപ്പെടുത്തിയത് യഥാസ്ഥാനത്തായിരുന്നില്ല. ഈശോയെ കൂടുതൽ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് അവർ യഥാസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി അകലത്തിൽ ആണിപ്പാടുകൾ അടയാളപ്പെടുത്തിയത്. അവരുടെ ഈ നീചകൃത്യം പരിശുദ്ധ അമ്മ മനസ്സിലാക്കി. ഈ അറിവ് അവൾക്ക് പീഡാസഹനവേളയിലെ ഏറ്റവും ഹൃദയഭേദകമായ അനുഭവമായി മാറുകയും ചെയ്തു. കുരിശിൽ നിവർത്തിക്കിടത്തി കൈകാലുകൾ വലിച്ചു പിടിച്ച് ആണികൾ തറയ്ക്കുമ്പോൾ അവന്റെ സന്ധിബന്ധങ്ങൾ ഇളകിപ്പോകുന്നതിന്റെ വേദന അവളെ മുൻകൂട്ടി ഗ്രസിച്ചു. എന്നാൽ അത് തടയാൻ അവൾ യാതൊന്നും ചെയ്തില്ല. എന്തെന്നാൽ മനുഷ്യരുടെ പാപപരിഹാരത്തിനായി സ്വപുത്രൻ അതും സഹിക്കേണ്ടിയിരുന്നു. കൊലയാളികൾ ആണി തറയ്ക്കേണ്ടിയിരുന്ന ഇടങ്ങളിൽ ദ്വാരങ്ങളിടാൻ തുടങ്ങി. ആ സമയം അമ്മ തന്റെ പുത്രനെ സമീപിച്ച് അവന്റെ കരം ചുംബിച്ച് അവനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ആരാചാരന്മാർ അവളെ തടഞ്ഞില്ല. എന്തെന്നാൽ സ്വമാതാവിന്റെ സാമീപ്യം അവന് കൂടുതൽ വേദന സമ്മാനിക്കട്ടെ എന്നവർ കരുതി. നമ്മുടെ കർത്താവിന് ഏതെല്ലാം തരത്തിൽ നൊമ്പരങ്ങൾ നൽകാനാകുമെന്നവർ ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിന്റെ മഹാരഹസ്യങ്ങളെപ്പറ്റിയുള്ള അജ്ഞതയാണ് അവരെക്കൊണ്ട് ഇപ്രകാരം ചെയ്യിച്ചത്. എന്തെന്നാൽ നമ്മുടെ കർത്താവിന്റെ സഹന മരണ നിമിഷങ്ങളിൽ തന്റെ അനുഗ്രഹീതിയായ അമ്മയുടെ സാന്നിധ്യമേകുന്ന സമാശ്വാസത്തെപ്പറ്റി അവർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഈശോയ്ക്ക് ആ നിമിഷങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം വലിയ ആനന്ദം സമ്മാനിച്ചു. ഇപ്പോൾ ആ കൊലയാളികളിൽ ഒരാൾ അവനെ കുരിശിൽ കിടത്തി അവന്റെ കരം ആണിപ്പഴുതുകളിൽ അമർത്തിപ്പിടിക്കുന്നു. മറ്റൊരാൾ പരുക്കനായ ഒരാണി ആ കൈകളിൽ അടിച്ചു കയറ്റുന്നു. ഞരമ്പുകളും രക്തധമനികളും കീറി മുറിക്കപ്പെടുന്നു.
സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ കരങ്ങളിലെ അസ്ഥികൾ അകന്നു മാറുന്നു. തടിയിലെ ദ്വാരങ്ങൾ അകത്തി തുളച്ചതുകൊണ്ടും തറയ്ക്കപ്പെട്ട കൈയിലെ ഞരമ്പുകൾ ആഘാതത്തിൽ ചുരുങ്ങിപ്പോയതിനാലും മറ്റേ കരം അവർ വലിച്ചു ചേർത്ത് പിടിച്ചിട്ടും ആ വശത്തെ പഴുതിനു നേരെ വന്നില്ല. അതിന് അവർ ഉടനെ പ്രതിവിധിയുണ്ടാക്കി. തോട്ടത്തിൽ വച്ച് അവനെ ബന്ധിക്കാൻ ഉണ്ടാക്കിയ തുടൽ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അവർ അവന്റെ കൈത്തണ്ടയിൽ ഈ ഇരുമ്പു വളയം കടത്തിയതിനു ശേഷം അതിൽ കൂടി തുടൽ കടത്തി ചുറ്റിയ കൈ അതിഭീകരമായ ശക്തിയോടെ വലിച്ചു നീട്ടി. അങ്ങനെ രണ്ടാമത്തെ ദ്വാരത്തിനു മേൽ കൈ അമർത്തി. ഒടുവിൽ അവർ അവന്റെ കാലുകളും രണ്ടും ചേർത്ത് വച്ച് മൂന്നാമത്തെ ആണിപ്പഴുതിനു മേലെ വച്ചു. മുൻപ് ചെയ്തതുപോലെ ചങ്ങലയിൽ ബന്ധിച്ച് ശക്തിയായി വലിച്ച് ആണിപ്പഴുതിനു മേലെ വച്ചു. അതിനുശേഷം ഇരുമ്പാണി അടിച്ചു കയറ്റി. ദൈവം തന്റെ ശ്രീകോവിലാക്കിയ ആ ദിവ്യശരീരം അപ്രകാരം ചലനമറ്റ് വിശുദ്ധ കുരിശിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ മാംസത്തിൽ ഉരുവാക്കപ്പെട്ട ആ ദിവ്യ അംഗങ്ങൾ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു. ആ ശരീരത്തിലെ അസ്ഥികൾ ഓരോന്നും പ്രത്യേകം എണ്ണിയെടുക്കാവുന്ന രീതിയിൽ സ്വാഭാവിക സ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. അവന്റെ ശരീരം പൂർണ്ണമായും കീറി മുറിക്കപ്പെട്ട് ഞരമ്പുകൾ തകർക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതിനുശേഷം അവർ ക്രൂശിതനായ ദൈവത്തെ വഹിക്കുന്ന മരക്കുരിശിന്റെ ചുവട് ഭാഗം നിരക്കി അതുറപ്പിക്കേണ്ട കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ചിലർ കുരിശിന്റെ മുകൾ ഭാഗം തങ്ങളുടെ തോളിൽ താങ്ങി. മറ്റു ചിലർ കുന്തങ്ങളും നീണ്ട പിടിയുള്ള മഴുവും ഉപയോഗിച്ച് അതിന് താങ്ങു കൊടുത്തുകൊണ്ട് കുരിശ് നാട്ടേണ്ട കുഴിക്കുള്ളിലേക്ക് ഇറക്കി ഉറപ്പിച്ചു. അനേക ജനപദങ്ങളിൽ നിന്ന് വന്നവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ദേശങ്ങളിൽ നിന്നെത്തിയവർ എല്ലാവരും കാണെ മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ ഇതാ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൂങ്ങിക്കിടക്കുന്നു. കുരിശുയർത്താനായി തങ്ങളുടെ കൈവശമുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ താങ്ങായി ഉപയോഗിച്ച പടയാളികൾ അവ കൊണ്ട് അവന്റെ ഇരുകക്ഷങ്ങളിലും അഗാധമായ മുറിവേൽപ്പിച്ചു. ഈ ഭീകര കാഴ്ച ദർശിച്ച ജനക്കൂട്ടം കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അവിടെ ബഹളങ്ങളും കരച്ചിലും വർദ്ധിച്ചു. യഹൂദർ അവിടുത്തെ നിന്ദിച്ചു. സഹതപിച്ചവർ വിലപിച്ചു. അപരിചിതരായ പരദേശികൾ അന്ധാളിച്ചു. ഈ കാഴ്ച താങ്ങാനാവാതെ പലരും മുഖം തിരിച്ചു. ചിലർ ഈ സഹനത്തെ തങ്ങൾക്കുള്ള മുന്നറിയിപ്പായി കരുതി. വേറൊരു കൂട്ടർ ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ഈ പ്രതികരണങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ നിർമ്മല ഹൃദയത്തിൽ അസ്ത്രങ്ങൾ പോലെ തുളച്ചു കയറി. കുഴിയിലേക്ക് വീണ നേരത്തെ ആഘാതത്താൽ അവന്റെ ആണിയേറ്റ മുറിവുകൾ കൂടുതൽ വലുതായി. ആ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി നിലം പതിച്ചു. അവന്റെ മുറിവുകൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന നീരുറവുകളും ദാഹമകറ്റുന്ന ജലധാരകളുമായിരിക്കുന്നുവെന്ന് ഏശയ്യാ പ്രവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അരുവിയിലേക്ക് ഓടിയണഞ്ഞ് ദാഹമകറ്റാത്തവർക്ക് ഇനിമേൽ ഒരൊഴികഴിവും പറയാനാകില്ല. തുടർന്ന് അവർ 2 കള്ളന്മാരെയും കുരിശിലേറ്റി. അവന്റെ വലത്തും ഇടത്തുമായി കുരിശുകൾ സ്ഥാപിച്ചു. ഈ 3 കുറ്റവാളികളിൽ ഏറ്റവും വലിയ കുറ്റവാളി കർത്താവാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഫരിസേയരും പുരോഹിതരും ഈ കള്ളന്മാരെ ഗൗനിക്കാതെ തങ്ങളുടെ ക്രൂരത മുഴുവനും കന്മഷമില്ലാത്ത പരിശുദ്ധനായവന്റെ മേൽ ചൊരിഞ്ഞു. കല്ലും മണ്ണും വാരി ക്രൂശിതനെ എറിഞ്ഞു. പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി തല കുലുക്കിക്കൊണ്ടും ആ മഹാരാജാവിനെ അവർ വെല്ലുവിളിച്ചു. മത്തായി 27:39. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. മത്തായി 27:43. തുടക്കത്തിൽ ആ കള്ളന്മാർ 2 പേരും അവനെ പരിഹസിച്ചിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞു: നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. കള്ളന്മാരുടെ ഈ ദൈവനിന്ദ കർത്താവിനെ കഠിന ദുഃഖത്തിലാഴ്ത്തി. അവർ മരണത്തോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. എന്നിട്ടും താൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന അധ്വാന ഫലം അവർ നഷ്ടപ്പെടുത്തുന്നു. അവരർഹിക്കുന്ന ശിക്ഷയാണ് ഏറ്റുവാങ്ങുന്നതെങ്കിലും അവന്റെ സഹനം അവർക്ക് പാപപരിഹാരത്തിന് ഉപകരിപ്പിക്കാമായിരുന്നു. എന്നാൽ അധികം കഴിയും മുൻപ് അവരിലൊരാൾ സുന്ദരമായ സൗഭാഗ്യത്തിന് യോഗ്യനായി. അവൻ അനുതപിച്ച് പാപമോചനം നേടി. ഈ മരക്കുരിശാണ് ക്രിസ്തുരാജന്റെ സിംഹാസനം. ഈ സിംഹാസനം ജീവന്റെ സുവിശേഷമത്രേ. ഇപ്പോൾ ആ മഹാസിംഹാസനത്തിൽ അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. സ്വജീവൻ അർപ്പിച്ച് അവന്റെ വചനങ്ങളെ അവൻ സ്ഥിരീകരിച്ചു. അവൻ കരുണയുടെയും കൃപാവരത്തിന്റെയും വചനങ്ങൾ അരുളി ചെയ്തു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ,
ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല. ലൂക്ക 23:34. ദൈവകരുണയുടെ ഈ മഹാതത്വം, സഹോദര സ്നേഹത്തിന്റെ നിത്യസത്യം ഗുരു തന്നിൽ സ്വാംശീകരിക്കുകയും സ്വന്തം അധരങ്ങളാൽ ലോകസമക്ഷം വിളംബരം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയും കുരിശിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. തന്റെ ശത്രുക്കളുടെ അജ്ഞതയെ പ്രതി അവർക്ക് മാപ്പ് കൊടുത്ത് അവൻ പ്രാർത്ഥിക്കുന്നു. ഓ മനുഷ്യബുദ്ധിക്ക് അതീതമായ സ്നേഹമേ, ഓ അവർണ്ണനീയമായ മാധുര്യമേ, മാലാഖമാരുടെ ആരാധനാപാത്രമേ, പൈശാചിക ഗണത്തിന് പേടിയുണർത്തുന്ന ദീർഘക്ഷമയുടെ അവതാരമേ, അങ്ങ് എത്രയോ അത്യുന്നതൻ. ഡിസ്മാസ് എന്നു പേരുള്ള കള്ളന് അവിടെ അരങ്ങേറുന്ന ദിവ്യരഹസ്യങ്ങളിൽ ചിലത് വെളിവായി. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും അയാൾക്ക് തുണയായി. ആ പ്രാർത്ഥന അയാളുടെ അന്തരംഗത്തെ ഉണർത്തി. കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ രക്ഷകനാണെന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. ആത്മാർത്ഥമായ അനുതാപവും പാപബോധവും അയാളിൽ നിറഞ്ഞു. അയാൾ തന്റെ സഹതസ്കരനോട് ഇപ്രകാരം പറഞ്ഞു: നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുശേഷം ഈശോയുടെ നേർക്ക് നേത്രങ്ങൾ തിരിച്ച് അവൻ ഇപ്രകാരം പറഞ്ഞു: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ലൂക്ക 23:40-43. നിത്യാനന്ദം സ്വന്തമാക്കിയ ഈ കള്ളനും അവിടെയുണ്ടായിരുന്ന ശതാധിപനും കുരിശൻ ചുവട്ടിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ ഒരു മനുഷ്യനും അപ്പോൾ തന്നെ രക്ഷാകര സംഭവത്തിന്റെ സത്ഫലങ്ങൾ ദർശിച്ചു തുടങ്ങി. എന്നാൽ ഇവരിലെല്ലാവരിലും വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ഡിസ്മാസ് ആയിരുന്നു. എന്തെന്നാൽ കർത്താവ് കുരിശിൽ കിടന്നു മൊഴിഞ്ഞ രണ്ടാമത്തെ വചനം അയാൾക്കുള്ളതായിരുന്നു: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പരദീസയിലായിരിക്കും. ലൂക്ക 23:43. നല്ല കള്ളനെ ഇപ്രകാരം നീതീകരിച്ചതിനു ശേഷം അവൻ തന്റെ ദൃഷ്ടിയെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന തന്റെ അമ്മയുടെ നേരെ അയച്ചു. തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഒരുപോലെ സംബോധന ചെയ്തുകൊണ്ട് അവൻ ഇപ്രകാരം അരുളി ചെയ്തു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതിനുശേഷം അപ്പസ്തലനോട് പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:27. കർത്താവ് അവളെ സംബോധന ചെയ്തത് അമ്മയെന്നല്ല, സ്ത്രീ എന്നാണ്. എന്തെന്നാൽ അമ്മ എന്ന വാക്കിൽ സാന്ത്വനത്തിന്റെ മാധുര്യം അടങ്ങിയിട്ടുണ്ട്. ആ പദത്തിന്റെ ഉച്ചാരണത്തിൽ തന്നെ പ്രകടമായ ഒരു ആശ്വാസം ലഭിക്കും. എന്നാൽ പീഡാസഹനവേളയിൽ ബാഹ്യമായ യാതൊരു ആശ്വാസവും സ്വീകരിക്കാൻ അവൻ തയ്യാറായില്ല. ആ പദപ്രയോഗത്തിലൂടെ അവൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു: എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണു നീ. ഏറ്റവും വിവേകശാലിനിയും നീ തന്നെ. നീ സ്ഥിരതയും ശക്തിയും ഉള്ളവളാണ്. ഒരു ചെറു വീഴ്ച പോലും നീ ദുർബലയാക്കപ്പെട്ടിട്ടില്ല. എന്നോടുള്ള സ്നേഹത്തിലും എനിക്കർപ്പിച്ച ശുശ്രൂഷയിലും എത്രയോ വിശ്വസ്തയായിരുന്നു നീ. എന്റെ സഹനങ്ങൾ കരകവിഞ്ഞൊഴുകിയപ്പോഴും നീ അചഞ്ചലയും അപ്രതിരോധ്യയുമായി നിലകൊണ്ടു. ഞാനിതാ എന്റെ പിതാവിന്റെ പക്കലേക്ക് കരേറുന്നു. ഇനി നിന്റെ യാത്രയിൽ എന്റെ സഖിത്വമില്ല. എന്നാൽ എന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ നിന്നെ ശുശ്രൂഷിക്കും. നീ അവന് അമ്മയും അവൻ നിനക്ക് മകനുമായിരിക്കും. ഈ പറഞ്ഞതെല്ലാം അവന്റെ അമ്മ മനസ്സിലാക്കി. അപ്പോൾ മുതൽ യോഹന്നാൻ അവളെ തന്റെ മാതാവായി സ്വീകരിച്ചു. അവന് നവമായ ഒരു ഉണർവ് അനുഭവപ്പെട്ടു. സൃഷ്ടലോകത്തിലെ ഏറ്റവും വലിയ നിധിയെ അവന് സ്വന്തമായി ലഭിച്ചു. അവൻ അവളെ ശുശ്രൂഷിക്കുകയും ജീവിതാവസാനം വരെ അവൾക്ക് ഇണയായി വർത്തിക്കുകയും ചെയ്തു. അമ്മയാകട്ടെ യോഹന്നാനെ എളിമയോടും വിധേയത്വത്തോടും അനുസരണയോടും കൂടെ മകനായി സ്വീകരിച്ചു. പകൽ അതിന്റെ 9-ാം മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും അവിടെ ഇരുണ്ടു മൂടിക്കെട്ടി നിന്നിരുന്ന അന്തരീക്ഷവും ബഹളങ്ങളും രാത്രിയുടെ പ്രതീതി ജനിപ്പിച്ചു. ദിവ്യരക്ഷകൻ കുരിശിൽ കിടന്നുകൊണ്ട് 4-ാമത്തെ വചനം അരുളി ചെയ്തു. അവൻ ഉച്ചത്തിലും വ്യക്തമായും അത് അരുളി ചെയ്തതുകൊണ്ട് അവിടെ കൂടി നിന്നിരുന്നവരെല്ലാം അത് കേട്ടു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മത്തായി 27:47. ആ വചനം തുടങ്ങുന്നത് ഏലി ഏലി എന്നായിരുന്നു. സ്വന്തം ഭാഷയായ ഹീബ്രുവിൽ പറഞ്ഞെങ്കിലും അവിടെ കൂടി നിന്നിരുന്നവർക്ക് അത് മനസ്സിലായില്ല. അത് കേട്ട് ചിലർ ധരിച്ചത് അവൻ ഏലിയായെ വിളിക്കുന്നുവെന്നായിരുന്നു. അവരിൽ പലരും അവനെ പരിഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. ഇതു കർത്താവിൽ ഒരു പുതിയ ദുഃഖമുണർത്തി.
തന്റെ കരുണയാൽ മനുഷ്യവർഗത്തിന് മുഴുവനായി രക്ഷയുടെ ഫലങ്ങൾ വച്ചു നീട്ടുന്ന വേളയിൽ കഠിന ഹൃദയരായ പാപികൾ ആ സത്ഫലങ്ങൾ തിരിച്ചറിയുന്നില്ല. നിത്യാനന്ദമായ തന്നെ അവർക്ക് നൽകിയിട്ടും അവരത് തിരസ്കരിക്കുന്നല്ലോ. ഇതായിരുന്നു അവന്റെ തീവ്ര ദുഃഖത്തിന്റെ കാരണം. തന്റെ പിതാവിന്റെ കൽപ്പനയാൽ ഇപ്രകാരമെല്ലാം സംഭവിക്കേണ്ടതായിരുന്നതിനാൽ അവൻ സ്നേഹവായ്പോടും അതീവ ദുഃഖത്തോടും കൂടെ ഇപ്രകാരം പറഞ്ഞു: എന്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അതായത് തന്റെ പീഡാസഹനത്തിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളെ സ്വന്തമാക്കാൻ എന്തുകൊണ്ടാണ് പിതാവ് അനുവദിക്കാത്തത്? ഈ ദുഃഖത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് അവൻ ഇതുകൂടി കൂട്ടിച്ചേർത്തു: എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന്റെ പീഡാസഹനം സ്വാഭാവികമായി അവനിൽ ദാഹമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ദാഹമടക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അനുചിതവും അപ്രസക്തവുമായിരുന്നു. അതിനാൽ മരണത്തിന്റെ വക്കിലെത്തിയ അവൻ അതേപ്പറ്റിയാണ് പറഞ്ഞതെന്നും കരുതാനാവില്ല. പകരം ഏറ്റവും ഉദാത്തമായ ഒരു ദിവ്യരഹസ്യത്തിന്റെ പ്രഖ്യാപനമായിട്ടു വേണം അതിനെ കരുതാൻ. താൻ ആദത്തിന്റെ സന്തതികൾക്കായി നേടിയെടുത്തതും സൗജന്യമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമായ സ്വാതന്ത്ര്യത്തെ പലരും തിരസ്കരിക്കുന്നതും ദുരുപയോഗിക്കുന്നതുമായിരുന്നു അവന്റെ ദുഃഖം. തന്റെ സഹനത്തിന്റെ ഫലമായി എല്ലാ മക്കളും രക്ഷ സ്വന്തമാക്കാനും പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അവർ അവകാശമാക്കുന്നതിനും വേണ്ടിയാണ് അവിടുന്ന് ദാഹിച്ചത്. അവൻ അനുഭവിച്ച ദാഹം അതിന്റെ പരിപൂർണതയിൽ പരിശുദ്ധ അമ്മ ഏറ്റുവാങ്ങി. അവൾ സ്നേഹത്തോടും ഭക്തിയോടും കരുണയോടും കൂടി സകല പതിതരെയും അവരുടെ രക്ഷകനിൽ നിന്ന് ഭാഗികമായിട്ടെങ്കിലും താന്താങ്ങളുടെ ദാഹത്തിന് ശാന്തി നേടാൻ ക്ഷണിച്ചു. എന്നാൽ യഹൂദരുടെയും കൊലയാളി സംഘത്തിന്റെയും ഹൃദയം കൂടുതൽ കഠിനമാക്കുകയാണ് ചെയ്തത്. അവർ ഒരു കമ്പിൽ പഞ്ഞിക്കെട്ടി ചൊറുക്കയിലും വിനാഗിരിയിലും മുക്കി അവന്റെ ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് അവരുടെ രോഷം പ്രകടമാക്കി. അപ്രകാരം ദാവീദിന്റെ പ്രവചനം പൂർത്തിയാക്കി. ആ ദിവ്യരഹസ്യത്തോട് അനുബന്ധപ്പെട്ട ദിവ്യരക്ഷകൻ തന്റെ 6ാമത്തെ തിരുമൊഴി അരുളി: എല്ലാം പൂർത്തിയായി. യോഹന്നാൻ 19:29. ഇതാ, ഈ നിമിഷത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. ഞാൻ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമാകുന്നു. എന്റെ പിതാവിന്റെ കൽപ്പനയെ ഞാൻ പൂർണ്ണമായും ശിരസാ വഹിച്ചു. ഇതാ, ഇപ്പോൾ തിരുലിഖിതങ്ങളിലെ വചനം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ എന്റെ ജീവിത മാതൃകയും എന്റെ പ്രമാണങ്ങളും എന്റെ കൂദാശകളും പാപമാകുന്ന രോഗത്തിന് ഞാൻ നൽകുന്ന മരുന്നും യാഥാർത്ഥ്യമാകുന്നു. ആദത്തിന്റെ മക്കൾ വരുത്തിയ പാപകടം ഞാൻ വീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുവഴി സ്വർഗസ്ഥനായ പിതാവ് സംപ്രീതനായി. മനുഷ്യ മക്കൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ നൽകിയ ഔഷധത്താൽ എന്റെ സഭ ധന്യയാക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം സാധിതമായി. എന്റെ അധ്വാനം ഫലമണിഞ്ഞിരിക്കുന്നു. ഞാനാണ് പരിത്രാണകൻ. വിജയസഭയുടെ ഉറപ്പുള്ള അടിത്തറയെ ഇതാ ഒരു ശക്തിക്കും തകർക്കാനാകുകയില്ല. ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല. എല്ലാം പൂർത്തിയായി എന്ന പ്രഖ്യാപനത്തിൽ മേൽ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നു. താൻ എപ്രകാരം സ്വർഗീയ പിതാവിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങിയോ അതുപോലെ പിതാവിന്റെ പക്കലേക്ക് ഇനി തിരികെ മടങ്ങാം. അപ്രകാരം കർത്താവായ രക്ഷകൻ തന്റെ അവസാന മൊഴി അരുളി ചെയ്തു: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:46. അവിടെ കൂടിയിരുന്ന എല്ലാവരും കേൾക്കെ ഉച്ചത്തിലും വ്യക്തവുമായാണ് അവൻ ഇത് പറഞ്ഞത്. അവസാന വാചകം പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ തന്റെ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ വചനങ്ങളുടെ അപാരമായ ദിവ്യശക്തിയുടെ ആഘാതത്താൽ ലൂസിഫറും അവന്റെ സൈന്യങ്ങളും നരകത്തിന്റെ അഗാധങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു വീണു. ഈ സംഭവങ്ങളെല്ലാം അമ്മ തന്റെ ജ്ഞാനദൃഷ്ട്യാ കണ്ടു. അവന്റെ പീഡാസഹനങ്ങളിലുടനീളം പങ്കുപറ്റിയെന്ന നിലയ്ക്ക് അവൾ തന്റെ ശരീരത്തിലും അവന്റെ മരണവേദനയെ ഏറ്റുവാങ്ങി. മരണവേളയിൽ തന്റെ പുത്രൻ അനുഭവിച്ച മുറിവുകളും നൊമ്പരങ്ങളും മരണത്തിന് തീവ്രവേദനയും ജീവനോടെ ഇരിക്കെ തന്നെ അമ്മ അനുഭവിച്ചു. ശാരീരികമായ മരണം മാത്രം ഉണ്ടായില്ല. കാരണം അത്ഭുതകരമായ രീതിയിൽ ദൈവം അവളെ തന്റെ വേദനകളിൽ താങ്ങി സംരക്ഷിച്ചു. അല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായ മരണം തന്നെ ഉണ്ടായേനെ. പീഡാസഹന നാഴികകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ വരം അത്ഭുതവരമായിരുന്നു. അവസാന നിമിഷത്തിൽ അവളെ ഗ്രസിച്ച വേദന ഏറ്റവും കഠിനവും തുളച്ചു കയറുന്നതുമായിരുന്നു. ലോകാരംഭം മുതൽ ദൈവത്തിന്റെ രക്തസാക്ഷികളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യരും അനുഭവിച്ച മരണവേദനകളുടെ ആകെത്തുകയും
അപ്പുറമുള്ള നൊമ്പരം പരിശുദ്ധ കന്യക അപ്പോൾ അനുഭവിച്ചു. കുരിശിൻ ചുവട്ടിൽ അവൾ സന്ധ്യ വരെയും കഴിഞ്ഞു. പരിശുദ്ധ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി സംസ്കരിക്കുന്നതുവരെ അവൾ അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ വേദനയായ മരണവേദനയുടെ പ്രതിഫലവും വളരെ വലുതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഭൗതിക ദേഹത്തിൽ ശേഷിച്ചതെല്ലാം മഹുദ്ധീകരിക്കപ്പെടുകയും ആത്മീയതയുടെ ഔന്നിത്യം പുൽകുകയും ചെയ്തു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എൻ്റെ മക്കളെ, ഈ അധ്യായത്തിൽ ഞാൻ വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങളെപ്പറ്റി നീ നിന്റെ സർവശക്തിയോടും കൂടി ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ധ്യാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അമ്മയും ഗുരുനാഥയുമെന്ന നിലയിൽ കർത്താവിനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചു വാങ്ങിത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ ദിവ്യശക്തിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിനക്കു പകർന്നു തന്ന അറിവുകളെ സ്ഥിരപ്പെടുത്തുകയും അവ നിന്റെ ഉള്ളിൽ ജീവനുള്ള കാലം മുഴുവൻ മായാതെ നിൽക്കുകയും ചെയ്യും. ഈ അനുഗ്രഹത്താൽ നീ നിന്റെ ആത്മാവിൽ എന്നും ക്രൂശിതനായ നമ്മുടെ കർത്താവിനെ വഹിക്കുന്നതിന് ഇടയാക്കും. അവൻ എൻ്റെ ദിവ്യപുത്രനും നിന്റെ മണവാളനുമാകുന്നു. ഒരിക്കലും നീ കുരിശിനെയും കുരിശിൽ കിടന്ന് അവൻ പഠിപ്പിച്ച പാഠങ്ങളും മറക്കാതിരിക്കട്ടെ. രാജകുമാരന്റെ പുത്രിയായ നീ ഈ പഠിപ്പിക്കപ്പെട്ട പാഠങ്ങളെ നിന്റെ മുഖക്കണ്ണാടിയാക്കി എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തി നിന്റെ ആന്തരിക സൗന്ദര്യത്തെ ഉത്തേജിപ്പിക്കുക. അപ്രകാരം നീ വളർന്ന് ഉന്നതനായ രാജാവിന് രാജ്ഞിയായി വിരാജിക്കപ്പെട്ട് ഈ ബഹുമതി ലഭിക്കുക മൂലം നീ നിന്റെ സർവശക്തിയോടും കൂടെ നിന്റെ ജീവിതാന്തസ്സിനടുത്ത രീതിയിൽ കൃപാവരം നിറഞ്ഞ് അവനെ അനുകരിച്ച് എൻ്റെ പ്രമാണങ്ങളെ സാധൂകരിക്കട്ടെ. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇതാ, ഇന്നു മുതൽ നീ ക്രൂശിതനായ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക. നിന്റെ മാതൃകയും ആരാധ്യ പുരുഷനുമായവനെ സ്വാംശീകരിക്കുക. ഈ ലോകത്തിന് പൂർണ്ണമായും മരിച്ചവളാകുക.